സർക്കാർ രൂപീകരണത്തിൽ തമിഴ്നാട്ടിലും നാടകീയതകൾ തുടരുകയാണ്. അവകാശവാദം ഉന്നയിച്ച് തുടർച്ചയായ രണ്ടാം ദിവസവും TVK അധ്യക്ഷൻ വിജയ് ഗവർണറെ കണ്ടു. എന്നാൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. അതിനിടെ ഇടതു പാർട്ടികൾ MK സ്റ്റാലിൻ അടക്കമുള്ള DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മനേഷ് മൂർത്തി വിവരങ്ങൾ വച്ചിരുന്നു. മനേഷ്, സർക്കാർ രൂപീകരിക്കുക, പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഈ പറയുന്ന ഭൂരിപക്ഷം തെളിയിക്കുക എന്ന പതിവ് രീതിക്ക് എന്തുകൊണ്ടാണ് ഗവർണർ അവിടെ എതിര് നിൽക്കുന്നത്? TVKയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് മനേഷ്? ഹാഷ്മി, അമൃത, സുപ്രീം കോടതി വിധി, അതാണ് ഗവർണർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സുപ്രീം കോടതി വിധിയുണ്ട് കൃത്യമായി, അതായത് കേവല ഭൂരിപക്ഷം ഇല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു സുപ്രീം കോടതി വിധിയാണ് എപ്പോഴും ഗവർണർ, ഇന്നലെ മുതൽ തന്നെ ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുതന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ പോകുമ്പോഴും 113 സീറ്റുകളുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ 113 സീറ്റുകളാണുള്ളതെന്ന് പറയുമ്പോൾ ഗവർണർ തിരിച്ച് വിജയോട് ചോദിച്ചൊരു കാര്യം, എങ്ങനെയാണ് 113 സീറ്റുകൾ കൊണ്ടൊരു ഭരണം അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമാണ് തിരിച്ച് ചോദിച്ചത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ പട്ടണപ്പാക്കത്തെ വിജയുടെ വസതിയിൽ ഫ്ളാറ്റിൽ യോഗം ചേരുന്നുണ്ട്. അത് ലീഗൽ ടീമുമായിട്ടുള്ള യോഗം ചേരുന്നുണ്ട്. മാത്രമല്ല മുതിർന്ന TVKയുടെ നേതാക്കൾ എല്ലാവരും തന്നെ അവിടെയുണ്ട്. N. ആനന്ദ്, ആദവ് അർജുന തുടങ്ങിയ നേതാക്കൾ എല്ലാവരും തന്നെ അവിടെയുണ്ട്. ആ തരത്തിലൊരു യോഗം അവിടെ പുരോഗമിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മറ്റൊരു ഭാഗത്ത് DMKയുടെ ഭാഗത്തു നിന്നും ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ സ്റ്റാലിൻ്റെതായി പുറത്തു വന്ന ഒരു അഭിമുഖത്തിൽ പറയുന്നത് TVK ഭരണം അല്ലെങ്കിൽ TVK സർക്കാർ രൂപീകരിക്കട്ടെ, 6 മാസം ഞങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും, ആ രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സർക്കാരിന് ഉണ്ടാക്കില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ MK സ്റ്റാലിൻ പറഞ്ഞിരുന്നത്. തൊട്ടു പിന്നാലെ CPIയും അതുപോലെ തന്നെ VCKയും മക്കൾ നീതി മയ്യവും ഒക്കെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗവർണർക്കെതിരായുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ DMKയുമായി, പ്രത്യേകിച്ചും DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ, അതുപോലെ കനിമൊഴി, ഉദയനിധി സ്റ്റാലിൻ, A. രാജ തുടങ്ങിയ നേതാക്കളുമായി CPIഎമ്മിൻ്റെയും CPIയുടെയും VCKയുടെയും പ്രതിനിധികൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നും നാളെയുമായി, നാളെ ഇപ്പോൾ CPIയുടെയും CPIഎമ്മിൻ്റെയും യോഗങ്ങളും ചേരുന്നുണ്ട്, നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ഒരുപക്ഷെ നാളത്തോടു കൂടി കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 പാർട്ടികൾ പുറത്തുനിന്ന് പിന്തുണച്ചാൽ TVKയ്ക്ക് കൃത്യമായി തന്നെ സർക്കാർ രൂപീകരിക്കാൻ കഴിയും. നിലവിൽ 113 സീറ്റുകളുടെ പിന്തുണയുണ്ട്. അത് 119 എന്ന ആ നമ്പറിലേക്ക്, ആ ഒരു മാജിക് നമ്പറിലേക്ക് എന്തായാലും എത്തുകയും ചെയ്യും. നിലവിൽ നടക്കുന്ന ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ സ്റ്റാലിൻ്റെ പ്രസ്താവന വരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പാർട്ടികളെല്ലാം തന്നെ TVKയ്ക്ക് അനുകൂലമായ ADMKയുടെ സപ്പോർട്ടിൽ വിജയം ഭരിക്കുന്നതിനേക്കാൾ DMK സഖ്യത്തിനൊപ്പം ചേർന്ന് മത്സരിച്ച ഈ പാർട്ടികളൊക്കെ പുറത്തുനിന്ന് വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നതിൽ സ്റ്റാലിനും അങ്ങനെ ഒരു അനിഷ്ടമുണ്ടാവാൻ ഇടയുണ്ടോ മനേഷ്? എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചന എന്നൊക്കെയുള്ള വിലയിരുത്തലേക്ക് എത്താൻ ഇടയുണ്ടോ? ഹാഷ്മി, അതാണ് ഞാൻ പറയുന്നത്. സ്റ്റാലിൻ്റെ കൺസെൻറ്റോട് കൂടി തന്നെയാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിലാണ്. അതായത് സ്റ്റാലിൻ്റെ പിന്തുണയോട് കൂടി അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് ഈ 3 പാർട്ടികൾ നാളെ അല്ലെങ്കിൽ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അത് പുറത്തുനിന്നുള്ള പിന്തുണയാണ്, ഭരണത്തിൽ ഭാഗമാവില്ല. കോൺഗ്രസ് വന്നതുപോലെ ഒരു സഖ്യസാധ്യതയല്ല പറയുന്നത്, പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. 6 സീറ്റുകളുടെ പിന്തുണ പുറത്തുനിന്ന് നൽകുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം വെക്കുന്നത്. അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം 6 മാസം ഞങ്ങൾ ഭരണം വിലയിരുത്തും എന്ന് MK സ്റ്റാലിൻ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. TVKയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നു. ഇപ്പുറത്ത് DMK ആണെങ്കിൽ 3 കക്ഷികളുടെ പിന്തുണ TVKയ്ക്ക് നൽകുന്ന തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും നടക്കുന്നു. കാരണം അത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ ഒരു വലിയ ഡെവലപ്മെന്റ് തന്നെയാണ്. ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ആളുകളും, മക്കൾ നീതി മയ്യം ഉൾപ്പെടെ എല്ലാ ആളുകളും, അതായത് DMK സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെ TVKയ്ക്ക് അനുകൂലമായൊരു നിലപാടെടുക്കുന്നു. ഗവർണർക്കെതിരെ 108 സീറ്റുകളുള്ള ഒരു പാർട്ടിയെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ, അതുമാത്രമല്ല ജനാധിപത്യ വിരുദ്ധമാണ് ഗവർണറുടെ നടപടി തുടങ്ങിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിന്തുണ എന്തായാലും സീറ്റിൻ്റെ രൂപത്തിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകളാണ് എന്തായാലും നിലവിൽ DMKയിൽ നടക്കുന്നത്. ഇത് DMK അധ്യക്ഷനായിട്ടുള്ള MK സ്റ്റാലിൻ്റെ കൺസെൻറ്റോടു കൂടി തന്നെ ആയിരിക്കും ഈ ഒരു പിന്തുണ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, അമൃത. മനേഷ് മൂർത്തിയാണ് തമിഴക രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ പറഞ്ഞത്. TVK സർക്കാർ രൂപീകരണത്തിന് നീങ്ങുകയാണ്. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ, ബാക്കി സീറ്റുകൾ കൂടി എങ്ങനെ സമാഹരിക്കാൻ കഴിയും എന്നതാണ് ചർച്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.